അദ്ധ്യായം 2. ആൾവാർക്കടിയാൻ നമ്പി. തടാകക്കരയിൽ നിന്നും താഴോട്ടിറങ്ങി തെക്ക് ദിക്ക് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്ന വന്ധ്യത്തേവന്റെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ അലകൾ തിരതല്ലി. കൊള്ളിടം കഴിഞ്ഞാൽ ചോളനാടിന്റെ നീർത്തടം എങ്ങനെയായിരിക്കും? എത്ര കുളങ്ങളും തോടുകളുമാണിവിടെ! പൊന്നി എന്ന വെളിപ്പേരുള്ള കാവേരി നദിയുടെ ഇരുകരകളിലും ചോളവംശം നിർമ്മിച്ച ശിവാലയങ്ങൾ എത്ര മനോഹരങ്ങളായിരിക്കും! പുന്നയും കൊന്നയും പൂത്തുലഞ്ഞിരിക്കുന്ന വഴികളും വഴിയോരത്ത് കാണുന്ന താമരക്കുളങ്ങളും എത്ര നയനാനന്ദകരങ്ങളായിരിക്കും! തഞ്ചാവൂരിനു മുമ്പ് ചോള തലസ്ഥാനമായിരുന്ന പഴയാറ നഗരം, അവിടെ തേവാരപ്പാട്ടുകൾ കൊണ്ട് കേൾക്കുന്നവർക്ക് ഭക്തിപാരവശ്യം ഉണ്ടാകുന്ന ശിവാലയങ്ങൾ, വിണ്ണകരങ്ങൾ എന്ന് അറിയപ്പെടുന്ന വിഷ്ണുക്ഷേത്രങ്ങൾ, ഇവയെല്ലാം കാണാൻ അവസരം വന്നിരിക്കുന്നു. അഴകിൽ മന്മഥൻ എന്ന് പ്രശസ്തനായ സുന്ദരചോള മഹാരാജാവിനെ കാണാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ മകളും ആദിത്യകരികാലന്റെ സഹോദരിയും അറിവും അഴകും ഒത്തുചേർന്നവളുമായ ഇളയതമ്പുരാട്ടി കുന്തവദേവിയെ കാണാൻ പോകുന്നു. വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. ഉണ്ടായെങ്കിൽ തന്നെ എന്താ? അരയിൽ വാളും കയ്യിൽ വേലും നെഞ്ചിൽ കവചവും മനസ്സിൽ ധൈര്യവുമുണ്ടല്ലോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇരുട്ടുന്നതിനു മുമ്പേ കടമ്പൂരിലെത്തണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വീരനാരായണപുരത്തെ വിഷ്ണുക്ഷേത്രത്തിനടുത്ത് വന്ധ്യത്തേവൻ എത്തിച്ചേർന്നു. അന്ന് ആടിമാസത്തെ തിരുമഞ്ജന ഉത്സവമാകയാൽ ക്ഷേത്രത്തിനു ചുറ്റും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മരന്തോപ്പുകളിൽ വാഴപ്പഴം, ചക്കപ്പഴം, കരിമ്പ് തുടങ്ങിയ ഫലങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ, പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്നവർ, ജ്യോത്സ്യന്മാർ, കൈരേഖ നോക്കി ഫലം പറയുന്നവർ തുടങ്ങിയവരും അവർക്കു ചുറ്റും ഒരുപാട് ജനങ്ങളും തടിച്ചുകൂടിയിരുന്നു. ഇതിനിടെ ഉച്ചത്തിൽ ചിലർ വാദപ്രതിവാദം നടത്തുന്ന ശബ്ദം കേട്ട് വന്ധ്യത്തേവൻ കുതിരയെ ഒരു മരച്ചുവട്ടിൽ നിർത്തിയതിനു ശേഷം ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് പ്രവേശിച്ചു. 3 പേരാണ് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും അവർക്കു ചുറ്റും കൂടിയിരിക്കുന്ന ജനക്കൂട്ടമാണ് കോലാഹല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്നും വന്ധ്യത്തേവൻ കണ്ടു. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരിൽ ഒരാൾ അവന്റെ പൊക്കം കുറഞ്ഞ സ്ഥൂല ശരീരമാകെ ചന്ദനം പൂശിയിരിക്കുന്നു. വൈഷ്ണവ ചിഹ്നങ്ങളും മുൻകുടുമയും ധരിച്ച അയാൾ കയ്യിലൊരു കുറുവടിയും കരുതിയിരിക്കുന്നു. വേറെ ഒരാൾ ശരീരം മുഴുവൻ ഭസ്മം തേച്ച ഒരു ശൈവൻ. മൂന്നാമനാകട്ടെ ഇതിൽ രണ്ടിലും പെടാത്ത ഒരു വേദാന്തിയാണെന്ന് തോന്നുന്നു. അക്കാലത്ത് ഉത്സവപ്പറമ്പുകളിൽ ഇതുപോലെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് സാധാരണമായിരുന്നു. ശൈവൻ പറഞ്ഞു: "എടാ ആഴ്വാർക്കടിയാൻ നമ്പി, ശിവന്റെ അടിയും മുടിയും കാണാൻ സാധിക്കാതെ അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചവരല്ലേ നിങ്ങളുടെ വിഷ്ണുവും ബ്രഹ്മാവും? പിന്നെ എന്തിനാണ് താൻ തന്റെ വിഷ്ണുവാണ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ശരിയാണ് എന്റെ വീരശൈവ പാദധൂളി ഭട്ടരെ. കയ്യിലുള്ള വടി ചലിപ്പിച്ചുകൊണ്ട് നമ്പി പറഞ്ഞു: "രാവണന് നിങ്ങളുടെ ശിവൻ കൊടുത്ത വരങ്ങളെല്ലാം വിഷ്ണുവിന്റെ അവതാരമായ ഞങ്ങളുടെ ശ്രീരാമന്റെ ഗോദണ്ഡത്തിനു മുന്നിൽ തവിട് പൊടിയായില്ലേ? ശരിയാണ് എന്റെ വീരശൈവ പാദധൂളി ഭട്ടരെ. കയ്യിലുള്ള വടി ചലിപ്പിച്ചുകൊണ്ട് നമ്പി പറഞ്ഞു: "രാവണന് നിങ്ങളുടെ ശിവൻ കൊടുത്ത വരങ്ങളെല്ലാം വിഷ്ണുവിന്റെ അവതാരമായ ഞങ്ങളുടെ ശ്രീരാമന്റെ ഗോദണ്ഡത്തിനു മുന്നിൽ തവിടുപൊടിയായില്ലേ?" കാവിയുടുത്ത വേദാന്തി പറഞ്ഞു: "നിങ്ങൾ 2 പേരും എത്ര ചർച്ച ചെയ്താലും പ്രശ്നം തീരില്ല. കാരണം നിങ്ങളുടെ ഭക്തിമാർഗത്തിന് എത്രയോ ഉയരെയാണ് ജ്ഞാനമാർഗം. അതിലും മുകളിലെത്തിയാൽ പിന്നെ ശിവനും വിഷ്ണുവും ഒന്നുമില്ല. സർവം ബ്രഹ്മമയം. ബ്രഹ്മസൂത്രത്തിൽ ഞങ്ങളുടെ ശങ്കര ഭഗവത്പാദർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ" എന്ന് വേദാന്തി മുഴുവൻ ആക്കുന്നതിന് മുമ്പ് ആഴ്വാർക്കടിയാൻ നമ്പി പറഞ്ഞു: "ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ" എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ഭഗവത്പാദർ മൂഢമതേ എന്ന് വിളിച്ചത് തന്നെയും ഈ ഭട്ടരെയുമാണ്.
ഇത് കേട്ടതും ജനങ്ങൾക്കിടയിൽ പൊട്ടിച്ചിരിയും ബഹളവും ഉയർന്നു. വേദാന്തി വെറുതെ ഇരുന്നില്ല. എടോ മുൻകുടുംബ നമ്പി, മൂടമതി എന്ന് നീ പറഞ്ഞത് ശരി തന്നെ. കയ്യിലൊരു കുറുന്തടി വച്ചിരിക്കുന്ന നീ ഒരു വെറും തടിയനാണ്. നിന്നോട് തർക്കിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂടമതിയായത്. ഓ സ്വാമികളെ, എൻ്റെ വടിക്ക് വേണ്ടി വന്നാൽ തൻ്റെ മൊട്ടത്തല അടിച്ചു പൊളിക്കാനുള്ള ശക്തിയും ഉണ്ട്, ആഴ്വാർക്കടിയാൻ പറഞ്ഞു. വേദാന്തി മറുപടി നൽകി. നീയും ഞാനും ബ്രഹ്മമാണ്. അതിൽ നീ എന്നെ അടിച്ചാൽ അത് നിന്നെ തല്ലുന്നതിന് സമമാണ്. ആഴ്വാർക്കടിയാൻ വടി ചുരുട്ടിക്കൊണ്ട് ഉച്ചത്തിൽ കൂവി. എല്ലാവരും ശ്രദ്ധിക്കണേ, ബ്രഹ്മത്തിനെ പരബ്രഹ്മം തല്ലാൻ പോകുന്നു. ഇതോടെ സ്വാമിയാർ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി അപ്രത്യക്ഷനായി. എന്താ ഭട്ടരെ, താനും ഓടുന്നില്ലേ? ശിവന്റെ തിരുവിളയാടൽ പുരാണത്തിൽ നിങ്ങളുടെ പരമശിവൻ പൂട്ട് തിന്നാൻ വേണ്ടി എന്താ ഭട്ടരെ, താനും ഓടുന്നില്ലേ? ശിവന്റെ തിരുവിളയാടൽ പുരാണത്തിൽ നിങ്ങളുടെ പരമശിവൻ പുട്ടു തിന്നാൻ വേണ്ടി മണ്ണ് ചുമന്നപ്പോൾ മുതുകിൽ ചൂരൽ കൊണ്ട് അടി കിട്ടിയ കഥ താൻ വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വടിയും ചുരട്ടി നമ്പി ഭട്ടരുടെ അരികിൽ ചെന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടു നിന്ന വന്ധ്യത്തേവൻ ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നി. നിങ്ങൾ വേറെ ജോലിയൊന്നുമില്ലെങ്കിൽ ലങ്കയിൽ നടക്കുന്ന യുദ്ധത്തിൽ പോയി പങ്കെടുത്തൂടെ? അയാൾ ഇരുവരോടുമായി ചോദിച്ചു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ലങ്കയിൽ നടക്കുന്ന യുദ്ധത്തിൽ പോയി പങ്കെടുത്തൂടെ? അയാൾ ഇരുവരോടുമായി ചോദിച്ചു. ആരടാ ഇവൻ പുതിയ ന്യായവും പറഞ്ഞുകൊണ്ട് വരുന്നത്? നമ്പി ചോദിച്ചു. സമാധാന പ്രിയരായ കുറച്ചു കാണികൾ വന്ധ്യത്തേവന്റെ തേജസ്സുള്ള മുഖത്തിനും കുസൃതി നിറഞ്ഞ വാക്കുകളിലും ആകൃഷ്ടരായി. തമ്പി, നീ തന്നെ ന്യായം പറയൂ എന്ന് അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വന്ധ്യത്തേവൻ പറഞ്ഞു. ശിവനും നാരായണനും നിങ്ങളെപ്പോലെ ഒരിക്കലും പരസ്പരം കുറ്റം പറയാറില്ല. അവർ രണ്ടുപേരും തുല്യരാണ്. ഓഹോ, അത് നിനക്കെങ്ങനെ അറിയാം? നീ അവരെ കണ്ടോ? നമ്പി ദേഷ്യത്തോടെ ചോദിച്ചു. ഹേ വൈഷ്ണവനെ, ഞാൻ കഴിഞ്ഞ ദിവസം ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് കണ്ടിരുന്നു. രണ്ടുപേരും ഒരേ ഉയരം തന്നെ. അവർ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? ഹരിയും ശിവനും ഒന്ന്, ഇതറിയാത്തവന്മാരുടെ വായിൽ മണ്ണ്. ഇങ്ങനെ വഴക്ക് ഉണ്ടാക്കുന്നവരുടെ മേലെറിയാൻ ഒരു പിടി മണ്ണും തന്നു വിട്ടു എന്ന് പറഞ്ഞ് നേരെ കയ്യിൽ എടുത്തു വെച്ചിരുന്ന ഒരു പിടി മണ്ണ് ജനക്കൂട്ടത്തെ കാണിച്ചു. ഇത് കണ്ട് ആർത്തലച്ച ജനം എല്ലാവരും ഒരു പിടി മണ്ണ് വാരി ഹരിയും ശിവനും ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പിയുടെയും ഭട്ടരുടെയും തലയിലിടാൻ തുടങ്ങി. ക്രുദ്ധനായ നമ്പി വടിയുമായി മുന്നോട്ടാഞ്ഞു. കാര്യങ്ങൾ വലിയ അപകടത്തിൽ കലാശിക്കുന്നതിന് മുമ്പ് ഒരു വിളംബരം കേട്ട് ജനം അങ്ങോട്ട് തിരിഞ്ഞു. വലിയ പഴുവേട്ടരയരും പരിവാരങ്ങളും വരുന്ന അറിയിപ്പും കാഹളവുമായിരുന്നു അത്. പനയടയാളമുള്ള കൊടികൾ വഹിച്ചുകൊണ്ട് വരുന്നവരുടെ പുറകെ കയ്യിൽ വേലേന്തിയ പടയാളികളുടെ നിരയുടെ പിറകിൽ വരുന്ന അലങ്കരിച്ച ആനപ്പുറത്ത് കറുത്തിരുണ്ട ശരീരമുള്ള ആജാനബാഹുവായ ഒരാൾ ഇരിക്കുന്നു. ജനങ്ങൾ വീതിയുടെ ഇരുവശത്തേക്കും ഒതുങ്ങി നിന്ന് ആ ഘോഷയാത്രയ്ക്ക് പോകുവാൻ വഴിയൊരുക്കി. ആനപ്പുറത്തിരിക്കുന്ന ആ ഗംഭീര പുരുഷനാണ് പഴുവേട്ടരയർ. ആനപ്പുറത്തിരിക്കുന്ന ആ ഗംഭീര പുരുഷനാണ് പഴുവേട്ടരയർ എന്ന് വന്ധ്യത്തേവന് മനസ്സിലായി. അതിനു പിന്നിൽ ഒരു മൂടിയ പല്ലക്ക് ചുമന്നുകൊണ്ട് ആളുകൾ വന്നിരുന്നു. ഒരു നിമിഷം പല്ലക്കിന്റെ പട്ടു തിരശീല അനങ്ങി. വളകൾ അണിഞ്ഞ ഭംഗിയുള്ള കൈകൾ തിരശീല വകഞ്ഞുമാറ്റി. പൂർണ്ണചന്ദ്രനൊത്ത ഒരു മുഖം ദൃശ്യമായി. പല്ലക്കിൽ ഇരുന്ന ആളുകളുടെ നോട്ടം ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് പോയതും ഉടനെ മുഖം പല്ലക്കിലേക്ക് പിൻവലിച്ചു. തിരശീലകൾ പഴയപടിയായി. ഇതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. തിരിഞ്ഞു നോക്കിയ വന്ധ്യത്തേവൻ ഒരു മരത്തിൽ ചാരി നിൽക്കുന്ന ആഴ്വാർക്കടിയാൻ നമ്പിയെ കണ്ടു.